കുയിലി ധീരതയുടെ പ്രതീകം. ആത്മസമർപ്പണത്തിന്റെ തീയിൽ സ്വയം എരിഞ്ഞടങ്ങിയ കുയിലിയെ എത്ര പേർക്കറിയാം? ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ എന്തേ ആ ധീരവനിതയുടെ പേര് മുഴങ്ങിക്കേൾക്കാത്തത്? 18-ാം നൂറ്റാണ്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയുള്ള യുദ്ധത്തിൽ തമിഴ്നാട്ടിലെ ശിവഗംഗ കോട്ടയിലെ റാണിയായ വേലു നാച്ചിയാറിന്റെ ഉടയാൾപ്പട എന്ന പെൺ സേനയുടെ സേനാധിപതിയായിരുന്നു കുയിലി. ഭാരതത്തിലെ ആദ്യ ചാവേറായി ബ്രിട്ടീഷ് ആയുധ ശേഖരണത്തെ കത്തിച്ചു ചാമ്പലാക്കിയ ആ പെൺപുലിയെ വാഴ്ത്തപ്പെടാതെ പോയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഈയിടെയാണ്. റാണി വേലു നാച്ചിയാരുടെ കൂടെ തോളോടു തോൾ ചേർന്ന് അതിധീരകളായ ഒരു സൈന്യത്തെ ഉരുവാക്കുന്നതിലും വാൾപ്പയറ്റ്, വളരി, ചിലമ്പ് തുടങ്ങിയ ആയുധ പരിശീലനത്തിലും കുയിലി ഉണ്ടായിരുന്നു. വിജയദശമി നാളിൽ സ്ത്രീകൾക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന ശിവഗംഗ കോട്ടയ്ക്കകത്തുള്ള രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ആയിരുന്നു ബ്രിട്ടീഷുകാരുടെ ആയുധശേഖരം. പൂജയ്ക്കെത്തിയ സാധാരണ സ്ത്രീകളെ പോലെ വേഷം ധരിച്ച് വലിയ താലത്തിൽ പൂക്കളുടെയും പഴങ്ങളുടെയും അടിയിൽ ആയുധമൊളിപ്പിച്ച് വേലു നാച്ചിയാരുടെയും കുയിലിയുടെയും നേതൃത്വത്തിൽ ഉടയാൾപ്പട ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. കാവൽ നിൽക്കുന്ന ബ്രിട്ടീഷ് നവാബ് സഖ്യത്തിന്റെ പടയെ ആക്രമിച്ചു. അപ്രതീക്ഷിത ആക്രമണത്തിന് ബ്രിട്ടീഷ് നവാബ് പട പ്രത്യാക്രമണവും നടത്തി. തോക്കും പീരങ്കിയും മറ്റ് പടക്കോപ്പുകളും സൂക്ഷിച്ച ആയുധപ്പുര നശിപ്പിക്കുക എന്ന ഉദ്യമം സ്വയം ഏറ്റെടുത്ത് ദേഹമാസകലം നെയ്യും എണ്ണയും ഒഴിച്ച കുയിലി തീ കൊളുത്തി പോർവിളിയോടെ ആയുധപ്പുരയിലേക്ക് ഓടിക്കയറി. കത്തിയമർന്ന ആയുധങ്ങളുടെ ഇടയിൽ കുയിലിയുടെ ജീവനും പൊലിഞ്ഞു. കോട്ട പിടിച്ചടക്കാൻ കുയിലിയുടെ ജീവത്യാഗത്തിലൂടെ റാണി വേലു നാച്ചിയാർക്ക് കഴിഞ്ഞു. 1770-80 കാലഘട്ടത്തിൽ ആയിരുന്നു കുയിലി ജീവിച്ചിരുന്നത്. 2024 ശിവഗംഗയിൽ കുയിലിക്കായി ഒരു സ്മാരകം ഉയർന്നു. ആത്മവിശ്വാസത്തോടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വയം ശോഭിച്ച് മറ്റുള്ളവർക്കും വെളിച്ചം പകരാൻ ഓരോ പെൺകുട്ടിക്കും കുയിലിയുടെ കഥ ഒരു പ്രചോദനം ആകട്ടെ.